അദ്ദേഹം കൊടുക്കുന്ന ചില മറുപടികൾ നിഷ്കളങ്കമായിട്ടുള്ള കളങ്കമില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരാണ് നീ പറഞ്ഞേക്ക് വർഷങ്ങളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്നുണ്ട്. ചില റോളുകൾ അദ്ദേഹം ചെയ്താൽ മാത്രമേ നമുക്കത് ഇഷ്ടപ്പെടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്പേസ് മലയാള സിനിമയിലുണ്ട്. ഇന്നേ വരെ ഏത് ചോദ്യങ്ങൾക്കും ഒരു അടി പതറാതെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ. പറഞ്ഞോ, ഇന്ന് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് 10-35 വർഷത്തിന് മുകളിലായിട്ട് മലയാള സിനിമയിൽ എല്ലാ ആളുകൾക്കും സുപരിചിതനാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് പുസ്തകം അടക്കം പ്രകാശനം വന്നു. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടതുപോലും ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അഭിനയം അറിയാതെ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിനോട്. കാരണം ആ ഒരു സീറ്റിലിരിക്കുമ്പോഴും പതറിച്ച കൂടാതെ നിഷ്കളങ്കമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് നമ്മളെ സിദ്ദീഖിനെ കുറിച്ചാ അല്ലേ? ഒന്നും പറയാനില്ല. ഞാൻ പ്ലസ് 2 കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ എന്താണ് വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തൊരു അപ്രോച്ച് ആദ്യമായിട്ട് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ഫേക്കായിട്ട് തോന്നും, പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞതാണ്, പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്ത് നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകളിലേക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ക്ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ, രണ്ടാമത് എൻ്റെ അമ്മ, മൂന്നാമത് എൻ്റെ അച്ഛൻ. ഈ 3 വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള, അതായത് സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പിന്നെ ഒരു സ്ത്രീ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം എന്ത് പറയണു? എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പിന്നെ വിഗ്രഹം ഇപ്പോൾ എന്താണ് അവസ്ഥ? വിഗ്രഹത്തിന്റെ അവസ്ഥ എന്താ? അല്ല, നമ്മളിവരെ സിനിമയിൽ മാത്രമേ കാണുന്നത്, ഇവരെ പത്രസമ്മേളനങ്ങളും ഇവരെ ഇന്റർവ്യൂസും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇവരെ കളങ്കമില്ലാത്ത അല്ല. ഇപ്പൊ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള പരാമർശവും നമ്മൾ കണ്ടില്ലേ? അതെ, വനിതാ കമ്മീഷനോ ആരെങ്കിലും ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാല് പിന്നെ എന്തായാലും പിന്നെ സിദ്ദീഖ് കോടതി കയറി ഇറങ്ങേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഇതിനെന്താ ഇതിപ്പോ അങ്ങനെ ഒരു പെൺകുട്ടിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കേസ് കിട്ടും. നമ്മളെ നടനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ, നമ്മൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യുമ്പോഴാണ്. അല്ലാതെ കഥാപാത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ അവരുടെ വ്യക്തിത്വം ഇങ്ങനെ കളങ്കമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിയമ നടപടി സ്വീകരിക്കട്ടെ. എന്തായാലും ഇതിൽ ജഗദീഷ് പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. ജഗദീഷ് വ്യക്തമായിട്ട്, ജഗദീഷ് ഉർവശി പറഞ്ഞിട്ടുണ്ട്. ചില നടന്മാർ, ഇത്ര എക്സ്പീരിയൻസ് നടന്മാർ ഇന്ന് മിണ്ടണില്ല ചില കാര്യങ്ങൾക്കൊന്നും. വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോ ആരുടെയൊക്കെ പേര് പുറത്തു വരുന്ന അറിയില്ല, ഇനിയിപ്പോ ആരൊക്കെ വെളിപ്പെടുത്തലുമായിട്ട് മുന്നിക്ക് വരുന്ന അറിയില്ല. സിദ്ദീഖോ
ഇങ്ങനെ അതെടാ, ഇപ്പൊ മലയാള സിനിമ ഒന്നടങ്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ എല്ലാ മലയാള സിനിമ നടന്മാരെയും ഈ ഒരു കണ്ണുകൊണ്ട് ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ ഇതുപോലെ ചൂഷണം ചെയ്ത ആളുകളായിട്ട് കാണുന്നത്. വ്യക്തമായിട്ട് ആളെ പേരെടുത്ത് പറയുമ്പോൾ നമ്മൾ അവരെ മാത്രം അങ്ങനെ കണ്ടാൽ മതിയല്ലോ. വേറൊന്നുണ്ട്, ഇതിൽ പറയുന്ന പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. പിന്നെ വേറെ കാര്യം, ഇത്രയും വലിയൊരു ആരോപണം വരുന്ന സമയത്ത് ഹേമ കമ്മിറ്റി വലിയ വിസ്ഫോടനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അമ്മയുടെ ഫെസ്റ്റ് വരാൻ പോവാണ്. മലയാള മനോരമയായിട്ട് ചേർന്നുകൊണ്ട് അമ്മയുടെ ഒരു സ്റ്റേജ് ഷോ വരുന്നുണ്ട്. അവർ ആടിപ്പാടി നിലപാടുള്ള, കഴിവുള്ള, തന്റേടുള്ള, ധൈര്യമുള്ള സ്ത്രീകളൊക്കെ മാറി നിൽക്കും. ഇതിന്ന് ഒരാൾ മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാറി നിൽക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്റ്റേജിൽ അങ്ങനെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുലപ്പാല് കുടിച്ചിട്ടുള്ള സ്ത്രീകൾ, നടിമാര് അവിടുന്ന് മാറി നിൽക്കും. നടിമാര് മാത്രല്ല, മനുഷ്യത്വമുള്ള ആളുകൾ. തീർച്ചയായിട്ടും ഷോ നടക്കൂല. തീർച്ചയായിട്ടും ഷോ നടക്കൂല. ഇങ്ങനെയാണ് നമ്മൾ. അല്ല, അത് മനോരമയായിട്ട് ചേർന്നുകൊണ്ട് നടക്കുന്ന ഒരു ഷോ ആണ്. എന്തായാലും ആ ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഷോനോട് ഷോ ചെയ്യുന്ന ഡയറക്ടർ ആയാലും ആളുകളായാലും അത് കലങ്ങി തെളിഞ്ഞിട്ട് ഷോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. എന്തായാലും സിദ്ദീഖ് എന്ന് പറയുന്ന അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. എടാ ഒരു ബൈ പറഞ്ഞിട്ട് അല്ലല്ല, നമ്മളങ്ങനെ ഒരു ബൈ പറഞ്ഞിട്ട് പോടാ. ബൈ ബൈ.